Hello, welcome to a new video. In the last class we started the third module. Today it's continuation. So let's start. Detached house, semi-detached house, row of houses, apartments or flats and skyscrapers. We can discuss one by one. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിറ്റാച്ച്ഡ് ഹൗസാണ്. അതായത് സാധാരണ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സറൗണ്ടിങ് ആയിട്ട് ഇറ്റ്സ് ഓൺ ലാൻഡ് ഉണ്ടാവുക എന്നുള്ളത് ചൂസ് ചെയ്യാറുണ്ട്. അതായത് സറൗണ്ടിങ് ആയിട്ട് നമ്മളുടെ തന്നെ ഒരു ഏരിയ ഉണ്ടാവുന്നതിന് പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതായത് നമ്മൾക്ക് ഫ്രണ്ടിൽ ബാക്കിൽ സൈഡിലൊക്കെ ആയിട്ട് സഫിഷ്യൻറ്റ് മാർജിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ സൈറ്റ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ഡിറ്റാച്ച്ഡ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലേക്ക് എത്തുന്നത്. Then it may also include some amenities such as private gardens, swimming pools, etc. Then ഒരു ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറയുന്നത് ദാറ്റ് പെർമിറ്റ്സ് ദി ഹയസ്റ്റ് ഫോം ഓഫ് റെസിഡൻസ് ആൻഡ് ലാൻഡ് പ്രൈസ് കമ്പാരിറ്റീവ്ലി ലോ ആവുന്ന കേസിലാണ് നമ്മളിത് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ഇതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറയുന്നത്. ദെൻ അതെന്ന് പറഞ്ഞാൽ ഈ സറൗണ്ടിങ് ആയിട്ട് ഇറ്റ്സ് ഓൺ ലാൻഡ് ഉണ്ടാവും, സൈഡുകളിലും ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് സഫിഷ്യൻറ്റ് മാർജിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് സം അമ്യൂണിറ്റീസ് ലൈക്ക് പ്രൈവറ്റ് ഗാർഡൻസ്, സ്വിമ്മിംഗ് പൂൾസ് എക്സെട്ര. ദെൻ ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫോം ഓഫ് റെസിഡൻസ് ആണ്. ദെൻ ലാൻഡിൻ്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി ലോ ആവുന്ന കേസിലാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെയാണ് ഒരു ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് സെമി ഡിറ്റാച്ച്ഡ് ഹൗസ്. A common boundary wall in the form of structural barrier divides an independent plot into two units. അതായത് ഒരു സ്ട്രക്ചറൽ ബാരിയറിൻ്റെ രൂപത്തിലുള്ള ഒരു കോമൺ ബൗണ്ടറി വാൾ ഉണ്ടാവും. അത് ആ ഒരു പ്ലോട്ടിനെ 2 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. Such a construction helps in securing many advantages of detached type of houses, and in addition, economy may be achieved by sharing expenses of common amenities such as water lines, drainage lines, electric cables, etc. അതായത് ആ ഒരു പ്ലോട്ടിനെ 2 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചറൽ ബാരിയർ, അതായത് കോമൺ ബൗണ്ടറി വാളിൻ്റെ രൂപത്തിലൊരു ബാരിയർ ഉണ്ടാവും. അതെന്ന് പറയുന്നത് ആ ഒരു യൂണിറ്റിനെ 2 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും ആ ഒരു പ്ലോട്ടിനെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വാട്ടർ ലൈൻസ് അല്ലെങ്കിൽ ഡ്രെയിനേജ് ലൈൻസ്, ഇലക്ട്രിക് കേബിൾസ് ഇതൊക്കെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. സോ ദർ ഇസ് സം എക്കണോമി. അതായത് economy may be achieved by sharing expenses of common amenities such as water lines, drainage lines, electric cables, etc. ഇതാണ് സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് റോ ഓഫ് ഹൗസസ് ആണ്. ഫോർ പ്രൊവൈഡിങ് റീസണബിൾ അക്കോമഡേഷൻ ടു ദ ലേബേഴ്സ് ഓർ വർക്കേഴ്സ്, എ റോ ഓഫ് ഹൗസസ് വിത്ത് മിനിമം റിക്വയർമെൻറ്റ്സ് സച്ച് ആസ് ലിവിംഗ് റൂം, കിച്ചൺ മേ ബി കൺസ്ട്രക്റ്റഡ്. അതായത് മിനിമം റിക്വയർമെൻറ്റ്സ് വെച്ചിട്ടൊരു ഹൗസ് ഉണ്ടാക്കാം. അതിൻ്റെ ഒരുപാട് യൂണിറ്റുകൾ ചേരുമ്പോൾ ഒരു റോ ആവും. അതാണ് റോ ഓഫ് ഹൗസസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് മേ ബി സിംഗിൾ സ്റ്റോറീഡ് ആവാം, ഡബിൾ സ്റ്റോറീഡ് ആവാം. അതുപോലെ ഈ കേസിൽ നെറ്റ് റെസിഡൻഷ്യൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. ദെൻ അത് പ്രിഫർ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഫോർ ലോ ഇൻകം ഗ്രൂപ്പ് ഓഫ് ഫാമിലീസിനാണ്. അതായത് മിനിമം റിക്വയർമെൻറ്റ്സിൽ വെച്ചിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആണ് റോ ഓഫ് ഹൗസസ് എന്ന് പറയുന്നത്. അതായത് ഫോർ പ്രൊവൈഡിങ് റീസണബിൾ അക്കോമഡേഷൻ ടു ദ ലേബേഴ്സ് ഓർ വർക്കേഴ്സ്, റോ ഓഫ് ഹൗസസ് ആർ കൺസ്ട്രക്റ്റഡ്. റോ ഓഫ് ഹൗസസ് എന്ന് പറയുമ്പോൾ അതിൽ മിനിമം റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. ദെൻ സിംഗിൾ സ്റ്റോറീഡ് ആവാം, ഡബിൾ സ്റ്റോറീഡ് ആവാം. ദെൻ നെറ്റ് റെസിഡൻഷ്യൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ദെൻ ലോ ഇൻകം ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഇതാണ് റോ ഓഫ് ഹൗസസ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് അപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഫ്ലാറ്റ്സ്. നമുക്കറിയാം ഒരു ടെൻഡൻസി ഉണ്ട് സാധാരണ വില്ലേജ് ഏരിയകളിൽ നിന്നും ടൗൺ സിറ്റികളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നൊരു ടെൻഡൻസി ഉണ്ട് ആളുകൾക്ക്. അപ്പോൾ നമ്മൾ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ സിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിൻ്റെ പ്രൈസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു പ്ലോട്ട് വാങ്ങി വീട് വെക്കുക എന്ന് പറയുന്നത് സംടൈംസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതൊരു ഹയർ ക്ലാസ് ഫാമിലി ആണെങ്കിൽ കൂടെ നല്ല ഹയർ ലാൻഡ് പ്രൈസ് ഉള്ള ഏരിയയിൽ ഒരു പ്ലോട്ട് വാങ്ങിയുടെ വീട് വെക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നത്. An apartment or a flat consists of 3 to 7 stories and each floor or story may accommodate 2 or 4 tenements. അതായത് 3 to 7 സ്റ്റോറീസ് ഉണ്ടാവും, ഓരോന്നിലും ഒരു 2 to 4 tenements ഉണ്ടാവും. അതാണ്
ഫ്ലാറ്റ് ഒരു അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കൈ സ്ക്രാപ്പേഴ്സാണ്. സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് തന്നെയാണ്. അതായത് സിറ്റികളിലൊക്കെ സ്ഥലം കുറവുള്ള സ്ഥലത്ത്, അതുപോലെ ലാൻഡിൻ്റെ പ്രൈസൊക്കെ ഹയർ ആവുന്ന സ്ഥലത്ത് ഇതുപോലെ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് ഉണ്ടാക്കും, സ്കൈ സ്ക്രാപ്പേഴ്സ് ഉണ്ടാക്കും. അവിടെ ഒരുപാട് ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമായി. അതായത് ഇൻഡിവിജ്വലായിട്ട് ലാൻഡ് വാങ്ങിച്ചിട്ട് അവിടെ വീട് വെക്കാനുള്ള ആ ഒരു അത്രയും അധികം പ്രൈസ് ലാൻഡിന് വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്ഷനുകൾ ചൂസ് ചെയ്യുന്നത്. സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്, ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്. ചില ടൗൺ പ്ലാനേഴ്സ് അതിനെ ഫോറായിട്ട് പറയുമ്പോൾ ചില ആളുകൾ അതിന് ചില ടൗൺ പ്ലാനേഴ്സ് അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുക. അപ്പോൾ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്കൈ സ്ക്രാപ്പറിന് കൊടുക്കുന്ന ഫെസിലിറ്റികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ അത്രയും ആളുകൾക്ക് അവൈലബിൾ ആവും. അതുപോലെ ഈസി ആക്സസ് ഫോർ റോഡ്സ്, അതുപോലെ സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, അതിൻ്റെ അവൈലബിലിറ്റി അതൊക്കെ അത്രയും ആളുകൾക്ക് ഈസി ആയിട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ബട്ട് ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അത്രയും ഹൈറ്റിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഈ ലിഫ്റ്റുകളൊക്കെ കേടുവരുന്ന സമയത്ത് അതിൻ്റെ വെർട്ടിക്കൽ മൂവ്മെൻറ്റ്, അതായത് പ്രായമായ ആളുകൾക്കൊക്കെ ഒരു വെർട്ടിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരു റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ദെൻ പ്രോപ്പർ എയർ ആൻഡ് സൺലൈറ്റ് അപ്പോൾ അത് ഒബ്സ്ട്രക്റ്റ് ചെയ്യും. അതായത് എയറിൻ്റെ ഒക്കെ പാസേജിനെ അത്രയും വലിയൊരു ബിൽഡിംഗ് വരുന്ന കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്കുള്ള എയറിൻ്റെ സർക്കുലേഷനൊരു ഒബ്സ്ട്രക്ഷനായിട്ട് നിൽക്കും. പിന്നെ ചിൽഡ്രൻസിനൊക്കെ പ്ലേ ഗ്രൗണ്ടിലേക്കൊക്കെ വരിക എന്നുള്ള ആ ഒരു ഓപ്ഷൻ കുറവാണ്. അതുപോലെ അതായത് കളിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് കിട്ടുന്നത് കുറവാണ്. അങ്ങനെ കുറച്ചൊരു നെഗറ്റീവ്സും ഉണ്ട്, കുറച്ച് പോസിറ്റീവ്സും ഉണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഡിസൈൻ ആസ്പെക്ട്സ് ഓഫ് റെസിഡൻഷ്യൽ ഏരിയാസ്. ഡിസൈൻ ആസ്പെക്ട്സ് ഓഫ് റെസിഡൻഷ്യൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് ഈസ്തെറ്റിക്സ്, ഹൗസിംഗ് യൂണിറ്റ്, ലേ ഔട്ട്, സൈസ് ആൻഡ് ഷേപ്പ്, സ്ട്രീറ്റ് സിസ്റ്റംസ് ഒക്കെയാണ്. ഈസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹൗസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എൻക്ലോസ്ഡ് സ്പേസ് എന്ന് മാത്രമല്ല, നമ്മളതിനെ ഇസ്തെറ്റിക്കലി ഡിസൈൻ ചെയ്യാൻ നോക്കും. അതായത് പുതിയ പുതിയ ഡിസൈനുകളൊക്കെ കൊടുക്കുക, അതുപോലെ നോവൽ ആർക്കിടെക്ചറൽ ഐഡിയാസ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഗുഡ് ഈസ്തെറ്റിക് അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കണം. ദെൻ ഹൗസിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൗസിംഗ് യൂണിറ്റ് ആസ് സ്മോൾ ആസ് പോസിബിൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുമ്പോൾ അതിലൊരു സീരീസ് ഓഫ് ഹൗസിംഗ് യൂണിറ്റുകൾ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളതിൻ്റെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ലേ ഡൗൺ എ ബ്രോഡ് പാറ്റേൺ ഓഫ് ഫ്രെയിംവർക്ക്, അതാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. ലേ ഔട്ട് ഷുഡ് ഷോ ഓൺലി ഏരിയാസ് റിസർവ്ഡ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്, റിക്രിയേഷൻ പ്ലേസസ്, സ്കൂൾസ്, കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ് എക്സെട്ര. ആണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. അതായത് ഹൗസിംഗ് ഏരിയ, റെസിഡൻഷ്യൽ ഏരിയയുടെ ലേ ഔട്ട്. ദെൻ സൈസ് ആൻഡ് ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഹൗസിംഗ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയയുടെ സൈസ് ആൻഡ് ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ സ്ട്രീറ്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ്സ് ഓൺ ദ ലേ ഔട്ട് ഓഫ് എ റെസിഡൻഷ്യൽ ഏരിയ ഷുഡ് ബി ലിമിറ്റഡ് ടു ദോസ് വിച്ച് ലിങ്ക് ദ ഹൗസിംഗ് യൂണിറ്റ്സ് ടു വൺ അനദർ. അതായത് ഹൗസിംഗ് യൂണിറ്റുകൾ തമ്മിലുള്ള കണക്ഷൻ കാണിക്കുന്ന സ്ട്രീറ്റ്, അതുപോലെ ഹൗസിംഗ് യൂണിറ്റുകളിൽ നിന്ന് പബ്ലിക് സെൻറ്റേഴ്സുകൾക്കുള്ളത്, അതുപോലെ മെയിൻ ടൗണിലേക്കുള്ള സ്ട്രീറ്റുകൾ, അതൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഹൗസിംഗ് ഏരിയയിലുള്ള സ്ട്രീറ്റ് സിസ്റ്റംസ് അതിൻ്റെ ലേഔട്ട് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡിസൈൻ ആസ്പെക്ട്സ് ഓഫ് റെസിഡൻഷ്യൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഈസ്തെറ്റിക്സ്, ഹൗസിംഗ് യൂണിറ്റ്, ലേഔട്ട്, സൈസ് ആൻഡ് ഷേപ്പ് ആൻഡ് സ്ട്രീറ്റ് സിസ്റ്റംസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹൗസിംഗ് ഏജൻസീസ്. 3 types of housing agencies are government, cooperative housing societies and individuals. Government എന്ന് പറയുമ്പോൾ to provide housing on a large scale and even at a subsidized rates. The supreme agency would naturally be government and semi-government bodies or departments.
അതായത് ലാർജ് സ്കെയിലിൽ ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസി എന്ന് പറയുന്നതാണ് ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് ബോഡീസ് ആവാം, ഡിപ്പാർട്ട്മെൻറ്റ്സ് ആവാം. ദെൻ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ആവാം. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ റെയിൽവേ, ലോക്കൽ അതോറിറ്റീസ്, അതൊക്കെ ആവാം. അതായത് ലാർജ് സ്കെയിലിൽ ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികളാണ് പറയുന്നത്. ദെൻ ഗവൺമെൻറ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ അർബൻ ലാൻഡ് ആക്ട്. അർബൻ ലാൻഡ് ആക്ട് എന്ന് പറഞ്ഞാൽ 1976 അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. അതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബണിലുള്ള വാക്കൻ്റ് ആയിട്ടുള്ള ലാൻഡുകളൊക്കെ അക്വയർ ചെയ്തിട്ട് അത് ഹൗസിംഗ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെയുള്ള ആക്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റെൻറ്റ് റെസ്ട്രിക്ഷൻ ആക്റ്റുകളുണ്ട്, സ്റ്റാൻഡേർഡ് റെൻറ്റ് ആക്റ്റുകൾ, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ആക്റ്റുകളാണ്. അപ്പോൾ ഫസ്റ്റ് ഏജൻസി എന്ന് പറയുന്നത് ഗവൺമെൻറ്. ലാർജ് സ്കെയിലിൽ ഈവൻ ടു സബ്സിഡൈസ്ഡ് റേറ്റുകളിൽ ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പറയുന്നത്. അതുപോലെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സെമി ഗവൺമെൻറ് ആവാം, ലോക്കൽ ബോഡീസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ആവാം. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്, ഗവൺമെൻറ് എന്ന് പറയുന്നത്. ദെൻ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ്, അതായത് കോപ്പറേറ്റീവ് ആക്ട് ഉണ്ട്. അതായത് 1912 കോപ്പറേറ്റീവ് ആക്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അതൊരു ഹൗസിംഗ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളൊരു ആക്റ്റാണ്. ദെൻ ബോംബെ വാസ് ദ ഫസ്റ്റ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ഇൻ ദിസ് മൂവ്മെൻറ്റ് ആൻഡ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി നോൺ ആസ് സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി വാസ് രജിസ്റ്റേർഡ് ഓൺ പാർട്ട്ണർഷിപ്പ് വിത്ത് ഇൻ സിസ്റ്റം ഇൻ ബോംബെ. ബോംബെയിലൊരു കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി, സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ 1915 ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ഹൗസിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ദെൻ അതായത് ഇന്ത്യയിൽ ഫസ്റ്റ് ഇനീഷ്യേറ്റീവായിട്ട് എടുത്തിട്ടുള്ള ഹൗസിംഗ് മൂവ്മെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവായിട്ട് എടുത്തിട്ടുള്ള ഒരു ഹൗസിംഗ് സൊസൈറ്റിയാണത്, സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. ദെൻ പിന്നെ മഹാരാഷ്ട്രയിലൊക്കെ ഒരുപാട് ഹൗസിംഗ് സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ് ആയി. ദെൻ ഗുജറാത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ദെൻ ആണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് അത് ഹൗസിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന സൊസൈറ്റീസാണ്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ഈ അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ഹൗസിംഗ് ഹാസ് ഓൾസോ എൻകറേജ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ടു എൻ്റർ ദിസ് ഫീൽഡ്. അത് പ്രൈവറ്റ് എൻ്റർപ്രൈസസുകൾ ഹൗസുകൾ കൺസ്ട്രക്ട് ചെയ്യുക, ദെൻ അത് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ട് സോൾഡ് ചെയ്യുക. ആണ് അതിൽ വരുന്നത്. അതായത് അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ഹൗസിംഗ് ഉള്ള കേസിൽ അവരത് പ്രൈവറ്റ് എൻ്റർപ്രൈസുകൾ ഹൗസുകൾ കൺസ്ട്രക്ട് ചെയ്യും. ദെൻ അതവർ സോൾഡ് ചെയ്യും ഓർ കൺവേർട്ട് ഇൻ ടു സൊസൈറ്റി ഫോം. ആണ് ഇൻഡിവിജ്വൽസ്. അതേ പ്രൈവറ്റ് എൻ്റർപ്രൈസസുകൾ വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുക, അത് സോൾഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ 3 ഏജൻസീസ് ആണുള്ളത് ഹൗസിംഗ് ഏജൻസീസ് എന്ന് പറയുമ്പോൾ: ഗവൺമെൻറ്, കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ്, ഇൻഡിവിജ്വൽസ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹൗസിംഗ് ഫിനാൻസ്. Housing finance is considered to be one of the basic human needs. One of the basic human needs ആണ് ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ബേസിക് നീഡ്സിൽ വരുന്നതാണ് ഫുഡ്, ക്ലോത്തിങ് എന്നൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞാൽ വരുന്നൊരു ബേസിക് നീഡാണ് ഹൗസിംഗ്, അത് ഷെൽട്ടർ എന്ന് പറയുന്നത്. സോ ഹൗസിംഗ് ഫിനാൻസ് is considered to be one of the basic human needs. The capital required to acquire or construct a house is large so that only few individuals with a high income can raise ഇറ്റ് ഫ്രം ദെയർ ഓൺ ഫണ്ട്സ്. അതായത് ഹൈ ഇൻകം ഫാമിലികൾക്ക് അല്ലെങ്കിൽ ഹൈ ഇൻകം ഇൻഡിവിജ്വൽസിന് ദെയർ ഓൺ ഫണ്ടിൽ നിന്ന് ആ ഒരു ഫിനാൻസ് റേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എല്ലാ പീപ്പിളിനും, ലോവർ ക്ലാസ് പീപ്പിളിനൊന്നും അതുപോലെ ഫണ്ട് റേസ് ചെയ്യാൻ കഴിയണമെന്നില്ല ഫോർ ഹൗസിംഗ് ഫിനാൻസ്. സോ ആ ഇതിലാണ് നമ്മൾ ഫിനാൻസ് ഫോർ ഹൗസിംഗ് ഇസ് ജനറലി പ്രൊവൈഡ് ഇൻ ദ ഫോം ഓഫ് മോർട്ടേജ് ലോൺ. മോർട്ടേജ് ലോണിൻ്റെ രൂപത്തിൽ ഹൗസിംഗ് ഫിനാൻസ് കണ്ടെത്താൻ സാധിക്കും. മോർട്ടേജ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ പ്രൊവൈഡ് അഗെയിൻസ്റ്റ് എ സെക്യൂരിറ്റി ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതൊരു സെക്യൂരിറ്റി ആയിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ എടുക്കുക. അങ്ങനെ ഹൗസിംഗ് ഫിനാൻസ് റേസ് ചെയ്യാൻ സാധിക്കും.
അതാണ് ഫിനാൻസ് ഫോർ ഹൗസിംഗ് ഈസ് ജനറലി പ്രൊവൈഡഡ് ഇൻ ദ ഫോം ഓഫ് മോർട്ടേജ് ലോൺ എന്ന് പറയുന്നത്. ദെൻ ഹൗസിംഗ് ഫിനാൻസിന് നമുക്ക് എങ്ങനെ പറയാം? ഇൻ സിമ്പിൾ ടേംസ് ഹൗസിംഗ് ഫിനാൻസ് പ്രൊവൈഡഡ് ഫോർ അതായത് ഫിനാൻസ് പ്രൊവൈഡഡ് ഫോർ അക്വയറിംഗ് എ ഹൗസ് ഇസ് കോൾഡ് ഹൗസിംഗ് ഫിനാൻസ്. അത് ഫിനാൻസ് പ്രൊവൈഡഡ് ഫോർ അക്വയറിംഗ് എ ഹൗസ് ഇസ് കോൾഡ് ഹൗസിംഗ് ഫിനാൻസ്. അതുപോലെ ഫിനാൻസ് ഫോർ ഹൗസിംഗ് ജനറലി പ്രൊവൈഡ് ഇൻ ദ ഫോം ഓഫ് മോർട്ടേജ് ലോൺ. ഓക്കെ, ദെൻ ഹൗസിംഗ് ഫിനാൻസിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഫ്രം ദ സൈഡ് ഓഫ് ബോറോവറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ബോറോവർ എന്ന് പറഞ്ഞാൽ ആ ഒരു മോർട്ടേജ് ലോൺ കടം എടുക്കുന്ന ആൾ. അതായത് ബോറോവർ ക്യാൻ അക്വയർ എ ഹൗസ് വിത്തൗട്ട് ഇൻവെസ്റ്റിംഗ് മച്ച് ഫ്രം ഓൺ സേവിങ്സ്. അതായത് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ബോറോവറിന് ഒരു ഹൗസ് അക്വയർ ചെയ്യാൻ സാധിക്കും. അതായത് ദെൻ സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോൺ ഈസ് ലോങ് ടേം ഇൻ നേച്ചർ വിച്ച് റെഡ്യൂസസ് ദ ബേർഡൻ ഓഫ് റീപേയ്മെൻറ്റ്. അതായത് ഒരുമിച്ച് അടക്കേണ്ട ആവശ്യമില്ല, ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടക്കുന്നത്. അതുകൊണ്ട് ലോങ് ടേം ആയിട്ട് ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് റീപേയ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് അവർക്ക് ഹൗസ് അക്വയർ ചെയ്യാൻ സാധിക്കും. ദ ലോൺ ഈസ് റീപേയബിൾ ഇൻ സ്മോൾ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് വിച്ച് മേക്സ് ദ റീപേയ്മെൻറ്റ് ഈസിയർ. ദെൻ ദ ബോറോവർ ക്യാൻ യൂസ് ദ ഹൗസ് ഈവൻ ഇഫ് ദ ലോൺ ഈസ് നോട്ട് ഫുള്ളി റീപെയ്ഡ്. അതായത് ലോൺ ഫുള്ളായിട്ട് അടച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ ബോറോവറിന് ഈ ഒരു ഹൗസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ദെൻ ബോറോവർ റിസീവ്സ് ഡിഫറെൻറ്റ് സർവീസസ് ഫ്രം ദ ലെൻഡർ അലോങ് ദ ലോൺ. ദെൻ ഹൗസിംഗ് ലോൺ ലീഡ്സ് ടു അസറ്റ് ക്രിയേഷൻ ഫോർ ബോറോവർ ഇൻ ലോങ് റൺ. ദെൻ ബെറ്റർ house for living help the occupant to perform better in their work which increases their productivity. അതായത് നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ഹൗസ്, അതൊക്കെ ഹൗസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വർക്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധിക്കും. അതുപോലെ the possibility of eviction is negligible in the case of house acquired through housing loan. അതായത് നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്ത് കഴിഞ്ഞിട്ട് അത് വഴി ഒരു ഹൗസിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ പോസിബിലിറ്റി ഓഫ് എവിക്ഷൻ എന്ന് പറഞ്ഞത് നെഗ്ലിജിബിൾ ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് റെൻറ്റഡ് ഹൗസ് എന്ന് പറയുമ്പോൾ അങ്ങനൊരു എവിക്ഷൻ്റെ പോസിബിലിറ്റി ഉണ്ട്. എവിക്ഷൻ എന്ന് പറഞ്ഞാൽ കുടിയൊഴിപ്പിക്കലാണ്. ദ പോസിബിലിറ്റി ഓഫ് എവിക്ഷൻ ഈസ് നെഗ്ലിജിബിൾ ഇൻ ദ കേസ് ഓഫ് ഹൗസ് അക്വയർഡ് ത്രൂ ഹൗസിംഗ് ലോൺ വൈൽ ഇറ്റ് ഈസ് മച്ച് ഹയർ ഇൻ റെൻറ്റഡ് ഹൗസ്. ദെൻ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓവർ ദ പീരീഡ് ഓഫ് ലോൺ. അതായത് ആ ഒരു ലോണിൻ്റെ പീരീഡിൽ മൊത്തം എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് സെയിം തന്നെ ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് റെൻറ്റഡ് ഹൗസൊക്കെ ആകുമ്പോൾ അതിൻ്റെ റെൻറ്റ് ഫ്യൂച്ചറിൽ അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഹൗസിംഗ് ഫിനാൻസ് ടു ബോറോവേഴ്സിനുള്ള ഹൗസിംഗ് ഫിനാൻസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് നാഷണൽ ഹൗസിംഗ് പോളിസി NHP. In 1988, the Union government came out with draft National Housing Policy. 1988 നാഷണൽ ഹൗസിംഗ് പോളിസി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. As part of the strategy to overcome the colossal housing shortage, the central government has adopted a comprehensive national housing policy which among other things on envisages. അതായത് ഈ ഒരു ഹൗസിംഗ് ഷോർട്ടേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ് നാഷണൽ ഹൗസിംഗ് പോളിസി എന്ന് പറയുന്നത്. അതിലവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് വയബിൾ ആൻഡ് ആക്സസിബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം ഫോർ ദ പ്രൊവിഷൻ ഓഫ് ഹൗസിംഗ് ഫിനാൻസ്. അതായത് ഹൗസിംഗ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. വയബിൾ ആൻഡ് ആക്സസിബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക ഫോർ ദ പ്രൊവിഷൻ ഓഫ് ഹൗസിംഗ് ഫിനാൻസ്. Then establishing a system where housing boards, development authorities would concentrate acquisition and development of land infrastructure. അതായത് അക്വിസിഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലാൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന രൂപത്തിലുള്ള സിസ്റ്റംസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ദെൻ ക്രിയേഷൻ ഓഫ് കണ്ടീഷൻസ് ഇൻ വിച്ച് ആക്സസ് ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് ഇസ് മെയ്ഡ് ഈസിയർ ആൻഡ് അഫോർഡബിൾ ഫോർ ഇൻഡിവിജ്വൽസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ഓർ ബൈയിങ് ഹൗസസ് എക്സെട്ര. അതായത് ഹൗസുകൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്ലാറ്റുകളൊക്കെ ബൈ ചെയ്യാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിന് ഫിനാൻസ് റേസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള, അതായത് ഈസി ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള രൂപത്തിൽ ഫിനാൻസ് റേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കണ്ടീഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. സോ ഇതൊക്കെയാണ് നാഷണൽ ഹൗസിംഗ് പോളിസിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ക്രിയേറ്റ് ആൻ എൻവയൺമെൻറ്റ് for achieving the maximum housing efforts. Then to encourage investment in housing. Investment in housing encourage ചെയ്യാം. Then motivate and help houseless and inadequately
ഹൗസ്ഡ് പീപ്പിൾ ടു സെക്യൂർ ഫോർ ദംസെൽസ് ഫോർ അഫോർഡബിൾ ഷെൽട്ടർ. അതായത് ഹൗസ്ലെസ് ആയിട്ടുള്ള ആളുകളെയും അതുപോലെ ഇനാഡിക്വേറ്റ്ലി ഹൗസ്ഡ് ആയിട്ടുള്ള പീപ്പിളിനെയൊക്കെ അവരൊക്കെ മോട്ടിവേറ്റ് ചെയ്യാം ദംസെൽസ് സോ ആസ് ടു ഹാവ് അഫോർഡബിൾ ഷെൽട്ടർ. Then to promote vernacular architecture, that is pertaining to style of architecture and decoration peculiar to a specific culture or locality. അതായത് ഒരു പ്രത്യേക കൾച്ചറിലുള്ള ഏരിയ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയ ഒരു ലൊക്കാലിറ്റിക്കൊക്കെ അനുസൃതമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ പെർട്ടൈൻ ചെയ്യാം. അതാണ് ടു പ്രൊമോട്ട് വെർണാക്കുലർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് NHP, നാഷണൽ ഹൗസിംഗ് പോളിസി. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹൗസിംഗ് പ്രോബ്ലം ഇൻ ഇന്ത്യ. Population explosion, rapid phase of urbanization and evolution of industrial culture have all created an intense housing problem in the country. അതായത് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഹൗസിംഗ് പ്രോബ്ലം ഇൻ ദ കൺട്രിയിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റാപ്പിഡായിട്ടുള്ള അർബണൈസേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ കൾച്ചർ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കൂടുതലായിട്ടുള്ള ഹൗസിംഗ് പ്രോബ്ലംസ് ക്രിയേറ്റ് ആയത്. അതുപോലെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അതായത് പോപ്പുലേഷൻ്റെ എണ്ണം കൂടി വരുന്നതോ ഒരു ഹൗസിംഗ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നൊരു റീസണാണ്. ദെൻ ഹൗസിംഗ് പ്രോബ്ലംസ് ആൻഡ് ഹൗസിംഗ് നീഡ്സ് ആർ മാനിഫെസ്റ്റഡ് ഇൻ ഓവർ ക്രൗഡിങ്, പുവർ ആൻഡ് ഇനാഡക്വേറ്റ് സോഷ്യൽ അമ്യൂണിറ്റീസ്. അതായത് ഹൗസിംഗ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹൗസിംഗ് നീഡ്സ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു ഓവർ ക്രൗഡിങ് ആയിട്ടുള്ള കേസിൽ, അതുപോലെ പുവർ ആൻഡ് ഇനാഡക്വേറ്റ് സോഷ്യൽ അമ്യൂണിറ്റീസ് ഉള്ള കേസിലൊക്കെ നമുക്ക് ഹൗസിംഗ് നീഡ്സ് അല്ലെങ്കിൽ ഹൗസിംഗ് പ്രോബ്ലംസ് വരുന്നുണ്ട്. ദെൻ അൺസാറ്റിസ്ഫാക്ടറി ആൻഡ് അൺഹോൾസം എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ, അതുപോലെ ആബ്സെൻസ് ഓഫ് ഓപ്പൺ സ്പേസ്, അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് ലാൻഡ് ഏരിയ ലീഡിങ് ടു ഓവർ ക്രൗഡിങ് ഓഫ് ബിൽഡിങ്സിൻ്റെ ഒക്കെ ഓവർ ക്രൗഡിങ് ആയിട്ടുള്ള ലാൻഡ് ഏരിയകളിൽ, അതുപോലെ ഇനാക്സസിബിലിറ്റി വിത്തിൻ റെസിഡൻഷ്യൽ ഏരിയാസ്. ഇതൊക്കെ നമുക്ക് ഹൗസിംഗ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹൗസിംഗ് നീഡ്സ് വരുന്ന ഏരിയകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഏജൻസീസ് ഫോർ ഹൗസിംഗ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലുള്ള ഹൗസിംഗ് ഏജൻസികളാണ് പറയാൻ പോകുന്നത്. താഴെയുള്ളതൊക്കെ ഇന്ത്യയിലുള്ള ഹൗസിംഗ് ഏജൻസീസാണ്. GRU എന്ന് പറയുന്നത് ഗുജറാത്ത് റൂറൽ ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ. ദെൻ HUDCO ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, HDFC ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ, LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ആൻഡ് ഫൈനലി SIDCO സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് housing agencies in India. We can see one by one. First one, GRU, GRUH, Gujarat Rural Housing Finance Corporation Limited. It is an India-based housing finance company. The company provides homes loans to individuals and families for purchase, construction and extension. അതായത് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഫാമിലീസിന് വീട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹൗസിംഗ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then the company operates through housing finance business segment, and the company provides housing finance for constructing or upgrading dwelling units in towns and villages of Gujarat. അതായത് ഗുജറാത്തിലുള്ള ടൗൺസ് അല്ലെങ്കിൽ വില്ലേജസിൽ വീടുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉള്ള വീടുകളെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഹൗസിംഗ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then it provides financial assistance to corporate bodies for construction of staff quarters and employee owned houses. അതായത് കോർപ്പറേറ്റ് ബോഡികൾക്കും അവർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ കൺസ്ട്രക്ടിങ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, എംപ്ലോയി ഓൺഡ് ഹൗസസ് എക്സെട്ര. സോ ഇതാണ് GRU എന്ന് പറയുന്നത്, GRUH, ഗുജറാത്ത് റൂറൽ ഹൗസിംഗ് ആൻഡ് ഫിനാൻസ് കോർപ്പറേഷൻ. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് HUDCO, ഇത് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അതൊരു ഗവൺമെൻറ് ഓൺഡ് കോർപ്പറേഷൻ ഇന്ത്യയാണ്. അതായത് ഇന്ത്യയിലുള്ള ഒരു ഗവൺമെൻറ് ഓൺഡ് കോർപ്പറേഷനാണ് HUDCO എന്ന് പറയുന്നത്. ഇറ്റ് സെർവ്സ് ആസ് ദി അപ്പെക്സ് കൺട്രോൾ ഏജൻസി ഫോർ മൊബിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അത് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ടാണ് HUDCO സെർവ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഓൾസോ പ്രൊമോട്ട്സ് and provides consultancy services to help housing agencies to design low-cost housing schemes, commercial projects, township and various other projects connected with the housing and urban development programs. അതായത് ഇത് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് HUDCO ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ HUDCO എന്ന് പറയുന്നത് ഒരു കൺസൾട്ടൻസി സർവീസായിട്ട്
കൺസൾട്ടൻസി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ടു ഹെൽപ്പ് ഹൗസിംഗ് ഏജൻസീസ് ടു ഡിസൈൻ ലോ കോസ്റ്റ് ഹൗസിംഗ് സ്കീംസ്, കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സ്, ടൗൺഷിപ്സ് ആൻഡ് വേരിയസ് അതർ പ്രൊജക്ട്സ് കണക്റ്റഡ് വിത്ത് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അതായത് ലോ കോസ്റ്റ് ആയിട്ടുള്ള ഹൗസിംഗ് സ്കീമുകളൊക്കെ ഡിസൈൻ ചെയ്യുക, അതുപോലെ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾ ഡിസൈൻ ചെയ്യുക, അതുപോലെ ടൗൺഷിപ്പ് ആൻഡ് വേരിയസ് ടൗൺഷിപ്പുകളൊക്കെ ഡിസൈൻ ചെയ്യുക, അതുപോലെ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള ഒരു കൺസൾട്ടൻസി സർവീസുകളൊക്കെ ഈ ഒരു ഹുഡ്കോ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ടു പ്രൊവൈഡ് ലോങ് ടേം ഫിനാൻസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് ഓർ ഫിനാൻസ്. അതായത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻസുകൾ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ്, ട്രസ്റ്റുകൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുക. ദെൻ ടു ഫിനാൻസ് ഓർ അണ്ടർടേക്ക് ദ സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസുകളൊക്കെ ഫിനാൻഷ്യലി പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ അണ്ടർടേക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഹുഡ്കോ ചെയ്യുന്നുണ്ട്. ദെൻ ടു promote, assist and to provide consultancy services for the projects of designing, planning of works relating to housing and development programs in India and abroad. ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ അബ്രോഡ് ആയിട്ടുള്ള ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവർക്ക് വേണ്ട ഡിസൈനിങ് അല്ലെങ്കിൽ പ്ലാനിങ് ഒക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനത്തെ ഒരു കൺസൾട്ടൻസി സർവീസായിട്ട് ഈ ഒരു ഹുഡ്കോ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഹുഡ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. ഇത് മെയിനായിട്ട് എയിം ചെയ്യുന്നത് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഹുഡ്കോയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അവർ അതിലൊരു കൺസൾട്ടൻസി സർവീസ് കൂടെ പ്രൊവൈഡ് ചെയ്യും ഫോർ ഡിസൈനിങ് ലോ കോസ്റ്റ് ഹൗസിംഗ് സ്കീംസ്, ദെൻ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളുടെയൊക്കെ ഡിസൈനിന് വേണ്ടിയിട്ട്, ദെൻ ടൗൺഷിപ്പുകൾ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേരിയസ് പ്രൊജക്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ള ഒരു കൺസൾട്ടൻസി സർവീസുകളും ഇവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. തേർഡ് വൺ എന്ന് പറയുന്നത് HDFC. HDFC സ്റ്റാൻഡ്സ് ഫോർ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1976. 1976 എസ്റ്റാബ്ലിഷ് ആയത്. ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് HDFC is an Indian financial services company based in Mumbai. ഇതിൽ മുംബൈ ആണ് അതിൻ്റെ ബേസ്. ഇറ്റ്സ് എ മേജർ പ്രൊവൈഡർ ഓഫ് ഫിനാൻസ് ഫോർ ഹൗസിംഗ് ഇൻ ഇന്ത്യ. അത് ഹൗസിംഗ് ഇൻ ഇന്ത്യയുടെ മെയിനായിട്ടുള്ളൊരു ഫിനാൻസ് പ്രൊവൈഡറാണ് HDFC എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഹാസ് എ പ്രസൻസ് ഇൻ ബാങ്കിങ്. അതായത് ബാങ്കിങ്ങിലും അതിനൊരു HDFC ബാങ്കുകളൊക്കെ ഉണ്ട്. ദെൻ HDFC has enabled more and more people to purchase houses by offering them financial and institutional support. ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടുകൾ കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് വീടുകൾ പർച്ചേസ് ചെയ്യാനൊക്കെ അവർ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. ദെൻ HDFC പ്രൊവൈഡ്സ് ലോൺ ഫോർ റീസെയിൽ ഓഫ് പ്രോപ്പർട്ടീസ് ഇൻ എ ഗുഡ് കണ്ടീഷൻ, ലാൻഡ് പർച്ചേസ്. അതായത് HDFC ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ റീസെയിൽ ഓഫ് പ്രോപ്പർട്ടീസ്, അതുപോലെ ലാൻഡ് പർച്ചേസിനൊക്കെ വേണ്ടിയിട്ടുള്ള ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതാണ് HDFC എന്ന് പറയുന്നത്. HDFC മീൻസ് ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ. ഫോർത്ത് വൺ എന്ന് പറയുന്നത് LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുറൻസ് പോളിസി ഹോൾഡർ ആൻഡ് ആൻ ഇൻഷൂറർ. ഇൻഷൂററും ഇൻഷുറൻസ് പോളിസി ഹോൾഡറും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റാണിത്. അതായത് ഇൻഷൂറർ പ്രോമിസസ് ടു പേ എ ഡെസിഗ്നേറ്റഡ് ബെനിഫിഷ്യറി സം ഓഫ് മണി ഇൻ എക്സ്ചേഞ്ച് ഫോർ എ പ്രീമിയം അപ്പോൺ ദ ഡെത്ത് ഓഫ് ആൻ ഇൻഷുർഡ് പേഴ്സൺ. അതായത് ഓരോ പ്രീമിയമായിട്ട് നമ്മൾ ഓരോ തുക ഇങ്ങനെ അടക്കുകയാണ് ഓരോ മാസം. അതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് ഒരു റെഗുലറായിട്ടുള്ള പീരീഡിൽ അടക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലംസമായിട്ടൊക്കെ അടക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മെച്യൂരിറ്റി പീരീഡ് എത്തിക്കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് പോളിസി ഹോൾഡർക്ക് അത് റിട്ടേൺ കിട്ടും. ദെൻ ജനറലി അപ്പോൺ ദ ഡെത്ത് ഓഫ് ആൻ ഇൻഷുർഡ് പേഴ്സൺ. അതായത് നമുക്ക് ഒരു ലൈഫിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഷുറൻസ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ. ദെൻ
ലൈഫ് ഇൻഷുറൻസ് പോളിസി ഹോൾഡർ ടിപ്പിക്കലി പേസ് എ പ്രീമിയം. അതായത് ഒരു പ്രീമിയം അവർ പേ ചെയ്യാണ്, ഏത് റെഗുലർലി ഓർ ആസ് ലംസം. റെഗുലറായിട്ടാവാം അല്ലെങ്കിൽ ലംസമായിട്ട് അവർ പ്രീമിയം പേ ചെയ്യാണ്. ദെൻ അവർക്ക് അതിൻ്റെ കൂടെ ബെനിഫിറ്റ്സ് കൂടെ കിട്ടുന്നുണ്ട്. അതർ എക്സ്പെൻസസ് സച്ച് ആസ് ഫ്യൂണറൽ എക്സ്പെൻസസ് ക്യാൻ ആൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ബെനിഫിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ ഫ്യൂണറൽ എക്സ്പെൻസ് ഒക്കെ. ദെൻ ലൈഫ് പോളിസീസ് ആർ ലീഗൽ കോൺട്രാക്ട്സ്. അതൊരു ലീഗൽ കോൺട്രാക്ട്സ് ആണ്. ദെൻ ദ പോളിസി പ്രൊവൈഡ്സ് ഇയർലി സർവൈവൽ ബെനിഫിറ്റ്സ് ഫ്രം ദ എൻഡ് ഓഫ് പ്രീമിയം പേയിങ് ടേം അണ്ടിൽ ദ മെച്യൂരിറ്റി. ഇത് മെച്യൂരിറ്റി ആകുന്നതുവരെ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സുകൾ കിട്ടുന്നുണ്ട്. ദെൻ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈസ് ടു പ്രൊവൈഡ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ടു ഈച്ച് ആൻഡ് എവറി സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ആൻഡ് ടു റീച്ച് ഔട്ട് ടു ദ റൂറൽ ഏരിയാസ് ബൈ പ്രൊവൈഡിംഗ് ദം ആംബിൾ ഫിനാൻഷ്യൽ കവറേജ് ഇൻ ദ കേസ് ഓഫ് ഡെത്ത് അറ്റ് വെരി അഫോർഡബിൾ പ്രീമിയം റേറ്റ്. അതായത് വെരി അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രീമിയം റേറ്റിൽ അവർക്ക് ഫിനാൻഷ്യൽ കവറേജ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതായത് ഈ ഒരു ലൈഫ് പോളിസികളുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയം റേറ്റിൽ ഫിനാൻഷ്യൽ കവറേജ് കൊടുക്കുക, റൂറൽ ഏരിയകളിലൊക്കെയുള്ള ആളുകൾക്ക് ഫിനാൻഷ്യൽ കവറേജ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് സിഡ്കോ. സിഡ്കോ മീൻസ് സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ദ സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് മഹാരാഷ്ട്ര ഈസ് ആൻ ഇന്ത്യൻ city planning agency and richest government authority in India which is formed and controlled by the government of Maharashtra. ഇതൊരു ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്ര അണ്ടർടേക്കിംഗ് ചെയ്യുന്ന ഒരു കോർപ്പറേഷനാണ്. അതായത് റിച്ചസ്റ്റ് ഗവൺമെൻറ് അതോറിറ്റിയാണിത് ഈ ഒരു സിഡ്കോ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടു കണ്ടക്ട് ഡയറക്റ്റ് സെയിൽ ഓഫ് ഡെവലപ്ഡ് ഓർ അൺഡെവലപ്ഡ് ലാൻഡ് ഇൻ ഓർഡർ ടു റിക്കവർ ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. Then SIDCO plans to provide basic civic amenities to all and elevate standard of living for people of all social and economic strata. അതായത് എക്കണോമിക് സോഷ്യൽ ആൻഡ് എക്കണോമിക് ആയിട്ടുള്ള സ്റ്റാറ്റയിൽ ഓൾ ടൈപ്പ് ഓഫ് പീപ്പിളിന് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡുകളൊക്കെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then it wants to offer a healthy environment and energizing atmosphere in order to utilize human resources at their fullest potential. അതായത് ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ അവരുടെ ഫുള്ളസ്റ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യലുകളൊക്കെ ഫുള്ളസ്റ്റ് ലെവലിലായിട്ടുള്ള അവരുടെ പൊട്ടൻഷ്യൽസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി എൻവയൺമെൻറ്റ് ആൻഡ് എനർജൈസിങ് അറ്റ്മോസ്ഫിയർ ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനാണ് അവർ മെയിനായിട്ട് എയിം ചെയ്യുന്നത്. സോ ദാൻ സിഡ്കോ എന്ന് പറയുന്നത് ഒരു മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ളൊരു കോർപ്പറേഷനാണ് സിഡ്കോ, സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ.